കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം മീൻ മേടിച്ചപ്പോൾ കുറേ മീൻ മുട്ട കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഇതൊറ്റയ്ക്ക് അങ്ങോട്ട് പൊരിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കരിഞ്ഞൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ജസ്റ്റ് ഇതൊന്ന് കറി ഒന്ന് വെച്ച് നോക്കിയാലോ വെച്ചു. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് മത്തിയാണ് കേട്ടോ. മത്തിയുടെ ഉള്ളുന്നതേ ഇത്രയധികം ഒരു 50 ഗ്രാമോളമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയ മീൻമുട്ടയായിരുന്നു കേട്ടോ. മീൻമുട്ടേനെ നിങ്ങളുടെ അവിടെ എന്താ പറയുക പറയണം, ഇവിടെ പരുന്നലെന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ അവിടെ തൃശ്ശൂർ അങ്ങനെയാണ് പറയുക. അപ്പോൾ അതേ ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പരുന്നലോളായിരുന്നു. അപ്പോൾ ഇത് പൊരിക്കുമ്പോൾ ഒരുവിധം ചിലപ്പോൾ ഒക്കെ കരിഞ്ഞൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് കറി വെച്ചാലാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതേ നന്നായി വൃത്തിയാക്കിയിട്ടുള്ള പരുന്നലിൽ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതേ അതിലേക്ക് കുറച്ച് നമുക്കതേ മസാലയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. തന്നെ എടുക്കണുള്ളൂ കേട്ടോ. അതേ ഞാൻ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒന്നല്ല 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അപ്പോൾ മത്തിയിലുള്ള പരുന്നൽ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് കറിയുടെ കൂടെ ഒന്നല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുവിധം കരിഞ്ഞൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെറൈറ്റി ആയി വെക്കാമെന്ന്. അപ്പോൾ അതാ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ, നമ്മൾ കൂടരുത്. അപ്പോൾ അതേ ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ എല്ലാം കൂട്ടി തിരുമ്പിയിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് അത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ദേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബെസ്റ്റ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ദേ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒപ്പം തന്നെ പച്ചമുളകും ഉണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം കൂടിയിട്ടിടുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്കിത് മീൻ കറിയൊക്കെ ആകുമ്പോഴേക്കും ഇത് വേഗം എടുത്ത് കറി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചുവന്നുള്ളി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ബെസ്റ്റ്. അപ്പോൾ ഞാൻ സബോളയാണ് എടുത്തിട്ടുള്ളത്, ഒരു സബോള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നുണ്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇടണം. നമ്മൾ പരുന്നലിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ സബോള വാടണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കറി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഈ കുറച്ച് പരുന്നല കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അധികമായിട്ട് നമുക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കഴിക്കാൻ കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സബോളയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സബോള വാടിയതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയില്ലേ, ചിക്കൻ മസാലയും കൂടിയും ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഈ കുരുമുളകും മറ്റേ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, ആ ഒരു എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇട്ടുണ്ടായിരുന്ന നമ്മുടെ മീൻ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് അങ്ങനെ ഉടഞ്ഞു പോവുമല്ലോ, അപ്പോൾ പതുക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എല്ലാം ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇത് തന്നെ വറക്കുമ്പോൾ നല്ല പൊട്ടലാണ് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോഴും പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും തന്നെ വറക്കുമ്പോൾ വലിയ അധികമുള്ള പൊട്ടലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സബോളയുടെ ഇതൊക്കെ നീക്കി ജസ്റ്റ് ഇങ്ങോട്ട് പരത്തിയിട്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചപ്പോൾ നമ്മുടെ പരുന്നലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പതുക്കെ തന്നെ അപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതങ്ങനെ പൊട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് അങ്ങനെ പൊട്ടി പോവൊന്നുമില്ല. ഇനി ജസ്റ്റ് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരുവിധമൊക്കെ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പരുന്നലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗമൊക്കെ മറച്ചിട്ടതിന് ശേഷം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ആവണ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങടെ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇടയ്ക്ക് കടിക്കാൻ ഒരു തേങ്ങയുടെയും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങൾക്ക് ഏത് മീനിൻ്റെ മുട്ട കിട്ടുകയാണെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ മത്തി കിട്ടിയ കാരണം അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്ക് വറുത്തു എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വറുത്തു എന്ന് വെച്ചാൽ നമുക്ക് സൈഡായിട്ട് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മത്തിയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.